ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗൻ. എല്ലാവർക്കും ട്വിസ്റ്റി പസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നേക്ക് ക്യൂബാണ്. ഈ ഒരു സ്നേക്ക് ക്യൂബിനെ നമുക്ക് പല ഷേപ്പിലേക്ക് ആക്കാൻ പറ്റും. അതിൽ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്നേക്ക് ക്യൂബിനെ താക്കോലിൻ്റെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഇതിവിടെ വൈറ്റും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുന്ന 24 പീസസ് ഉള്ള ഒരു സ്നേക്ക് ക്യൂബാണിത്. ഇതിൽ ഞാൻ വൈറ്റ് സ്ക്വയേഴ്സ്, ഇവിടെ വൈറ്റ് ചതുരങ്ങൾ, വെള്ള ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിലുള്ള ഭാഗം മുകളിലാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇടതുഭാഗത്തെ അറ്റം വേണ്ടത് ഈ ഒരു രീതിയിലുള്ള സ്ലോപ്പാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ചെരിഞ്ഞൊരു ഭാഗമാണ് നമുക്ക് ഈ പീസാണ് നമുക്ക് ഇടതുഭാഗത്ത് വേണ്ടത്. എന്നിട്ട് വൈറ്റ് ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഇടതുഭാഗത്ത് വേണ്ടത് ഈ ഒരു ഷേപ്പല്ല, ഇതുപോലെ പിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു താക്കോലിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വൈറ്റ് ചതുരങ്ങൾ മുകളിൽ പിടിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് പീസിനെ നമ്മൾ 2 തവണ നമ്മുടെ നേരെ തിരിക്കുകയാണ് വേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് പീസിനെ ഞാൻ ഒരു തവണ എൻ്റെ നേരെ തിരിച്ചു. ഇനി ഒരു തവണ കൂടി തിരിക്കണം. 2 തവണ തിരിച്ചു. ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് അടുത്ത പീസ് എണ്ണ 1, 2 രണ്ടെണ്ണം എണ്ണ. ഇതിൽ ആദ്യത്തെ ഓറഞ്ച്, രണ്ടാമത്തത് വൈറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഓറഞ്ച് പീസ് മുതൽ ഈ 2 കഴിഞ്ഞതിന് ശേഷം ബാക്കി മൊത്തമായിട്ടുള്ള നീളത്തിലുള്ളത് മുകളിലേക്ക് ഒരു തവണ തിരിച്ചു, എന്നിട്ട് 2 തവണ തിരിച്ചിട്ട് മുകളിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 1, 2 കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഓറഞ്ച് പീസ് മുതൽ ഈ നീളത്തിലുള്ള ഭാഗം മുഴുവൻ മേലോട്ടേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഓറഞ്ച് പീസ് ഈ വലത് കൈ കൊണ്ട് ഞാൻ 1, 2 തവണ തിരിച്ച് മുകളിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു ഷേപ്പിൽ പിടിക്കാം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ പിടിച്ചു. നീളത്തിലുള്ള ഭാഗത ഇതിലുണ്ട്. ഇവിടെ മേലെ ഓറഞ്ച് ചതുരങ്ങളാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പിടിച്ചിട്ട് ഇനി 3 പീസസ് എണ്ണം 1, 2, 3 കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വൈറ്റ് 3 കഴിഞ്ഞ് വരുന്നത് ഈ വൈറ്റ് ത്രികോണാണ് വരുന്നത്. ഇത് മുതൽ മേലോട്ടേക്ക് ആക്കുക. അതിന് വേണ്ടിയിട്ട് ഈ വലത് കൈ കൊണ്ട് ഈ പീസിനെ ഞാൻ ഒരു തവണയാക്കി, ഇനി ഒരു തവണ കൂടി മുകളിലേക്ക് ആക്കി. അപ്പോൾ നീളത്തിലുള്ള ഭാഗം മുകളിലേക്കായിട്ട് നമുക്കിങ്ങനെ കുത്തനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചിരിച്ച് ഇതുപോലെ പിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി നമ്മൾ വേണ്ടത് ഇനി അടുത്ത 5 ത്രികോണങ്ങൾ എണ്ണാം. 1, 2, 3, 4, 5. ഇവിടെ 5 എണ്ണിയിട്ടുണ്ട്. ഇങ്ങോട്ട് 1, 2, 3, 4, 5. ഇതിൽ 5ാമത്തത് വൈറ്റാണ് വരുന്നത്. അതിന് ശേഷമുള്ള ഈ ഓറഞ്ച് മുതൽ ഉള്ള ബാക്കി നീളത്തിലുള്ള ഈ ഭാഗം മുഴുവൻ മുകളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വലത് കൈ കൊണ്ട് ഞാൻ ഇതിനെ ഓറഞ്ച് പീസിനെ ഒരു തവണ മേലോട്ടേക്കാക്കി, ഇനി ഒരു തവണ കൂടി ആക്കും. അപ്പോൾ മുകളിലേക്കായി കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ മുകളിലുള്ളത് ഇതുപോലെ പിടിക്കുക. അപ്പോൾ ഇപ്പം ഓറഞ്ച് ചതുരങ്ങളിലാണ് മുകളിലായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിന് കണക്കായിട്ട് തന്നെ ഇവിടെയും ഇത് മേളിലോട്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 3 പീസസ് എണ്ണ 1, 2, 3 എണ്ണി കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ വെള്ള ത്രികോണമാണ്. ഇത് മുതൽ ഞാൻ മുകളിലേക്കാക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്കാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ വലത് കൈ കൊണ്ട് 2 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇതിന് 1, 2 മുകളിലേക്കായിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിന് കണക്കാക്കി വെക്കുകയാണ് വേണ്ടത്. ഇനി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ 1, 2 രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ള ഈ വെള്ള ത്രികോണം മുതൽ ഞാൻ ഇതിനെ താഴോട്ടേക്ക് എൻ്റെ നേരെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ള ത്രികോണത 1, ഒരു തവണ കൂടി 2 തവണ തിരിച്ചു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിന് കണക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം താക്കോൽ പിടിക്കുന്ന ഭാഗം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ നീളത്തിലുള്ളത് ഈ താക്കോലിൻ്റെ അറ്റം ശരിയാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ അറ്റത്ത് നിന്ന് രണ്ടാമത്തത് 1, 2 ഈ രണ്ടാമത്തെ പീസ് മുകളിലേക്കാക്കുക. അതിന് 2 തവണ റൊട്ടേറ്റ് ചെയ്യുക. 1,
രണ്ട് തവണ ആക്കി. ഇനി ഈ ഒന്നാമത്തെ പീസ്, ഈ അറ്റത്തുള്ള ഫസ്റ്റ് പീസില്ലേ, ഈ അറ്റത്തുള്ള ഇതിനെ ഞാൻ 2 തവണ എൻ്റെ നേരെ തിരിക്കുകയാണ് ചെയ്യുന്നത്. 1, ഒരു തവണ കൂടി, 2 തവണ തിരിച്ചു. അപ്പോൾ നമുക്കിതാ ഒരു താക്കോലിൻ്റെ ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.